സാധാരണ എല്ലാവരും സംസാരിക്കുക എങ്ങനെയാണ്? നാവുകൊണ്ട്, അല്ലേ? എന്നാൽ കൈകൾ കൊണ്ട് സംസാരിക്കുന്ന ഒരു വിദ്യ ഉണ്ട് എന്നത് പാവം നമ്മുടെ ടോട്ടോയ്ക്ക് അറിയുകയില്ലായിരുന്നു. എന്താണ് കൈകൾ കൊണ്ട് സംസാരിക്കുന്ന വിദ്യ എന്ന് നമുക്ക് നോക്കാം. ഒരു ഉച്ചനേരത്ത് ജിയുഗോക്കോ സ്റ്റേഷന്റെ ടിക്കറ്റ് ഗേറ്റിൽ വെച്ചിട്ടാണ് ടോട്ടോച്ചാൻ ആ കാഴ്ച കണ്ടത്. അവളേക്കാൾ അല്പം കൂടി മുതിർന്ന ചില കുട്ടികൾ, രണ്ടാണും ഒരു പെണ്ണും, നമ്മുടെ പേപ്പർ സിസേഴ്സ് കളിക്കുന്നത് പോലെ തന്നെ കല്ലും കത്രികയും കടലാസും കളിക്കുന്നത് പോലെ വട്ടം കൂടി നിൽക്കുകയാണ്. കളിയിൽ സാധാരണ പതിവുള്ളതിനേക്കാൾ കൂടുതൽ ആംഗ്യങ്ങൾ ഇവർ കാട്ടുന്നുണ്ടോ എന്ന് ടോട്ടോച്ചാന് തോന്നി. നോക്കി നിൽക്കാൻ നല്ല രസം. വിചിത്രമായ ആ കളി കുറച്ചുകൂടി ഒന്ന് അടുത്ത് കാണാനുള്ള ഒരു കൗതുകത്തോടു കൂടി അവൾ അവരുടെ സമീപത്തേക്ക് നീങ്ങി നിന്നു. ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് അവർ വളരെ താല്പര്യത്തോടെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് വലിയ വിചിത്രമായി ടോട്ടോച്ചാന് തോന്നി. ഒരു കുട്ടി ആദ്യം കുറച്ച് കൈമുദ്രകൾ തുരുതുരാന്ന് കാണിക്കുന്നു. അങ്ങനെ പലതും. ശ്രദ്ധിച്ചു നിൽക്കുന്ന രണ്ടാമൻ തുടർന്ന് മറ്റു ചില കൈമുദ്രകൾ. ഇത് രണ്ടും കണ്ടു നിൽക്കുന്ന മൂന്നാമത്തെയാൾ അതിനുശേഷമാണ് കൈകൊണ്ടുള്ള സംഭാഷണം തുടങ്ങുന്നത്. മൂവരും ചേർന്ന് ഇടയ്ക്ക് ഇളകി ഇളകി ചിരിക്കുന്നുണ്ട്. ചിരിക്കുമ്പോഴും അവർ കാര്യമായ ശബ്ദമുണ്ടും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നത് വളരെ രസകരമായി, അല്ലെങ്കിൽ വളരെ കൗതുകകരമായി ടോട്ടോച്ചാന് തോന്നി. ഒരു കാര്യം വ്യക്തമാണ്, അവർ എന്തൊക്കെയോ രസമുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് സംസാരിച്ച് ഈ ചിരിക്കുന്നത്. അല്പനേരം അവരെ ഒന്ന് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച ശേഷം നമ്മുടെ കൊച്ചു ടോട്ടോ ഒരു നിഗമനത്തിലെത്തി. അവർ കൈകൊണ്ടാണ് സംസാരിക്കുന്നത്. താനും സാക്കോച്ചാനും ഒക്കെ സംസാരിക്കുന്ന പോലെ വായ കൊണ്ടല്ല. ഹൈ, അതൊരു രസമുള്ള വിദ്യയാണല്ലോ. എനിക്കും ഒന്ന് കൈകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് വലിയ അത്ഭുതത്തോടെ അവൾ ആഗ്രഹിച്ചു. അവരോടൊപ്പം ഒന്ന് കൂടിയാലോ, തനിക്ക് എന്തെങ്കിലും മനസ്സിലായാലോ? അവൾ ഒരു നിമിഷം ചിന്തിക്കാതെ ഇരുന്നില്ല. പക്ഷെ എങ്ങനെ? അവരോട് എങ്ങനെയാണ് കൈകൊണ്ട് സംസാരിക്കുന്നത്? അവർ ഇങ്ങനെയൊക്കെ കൈകൾ കാണിക്കുന്നുണ്ട്, അതെന്താണ് എന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, ടോമോ വിദ്യാർത്ഥികളല്ല അവർ എന്നത് ടോട്ടോയ്ക്ക് മനസ്സിലായി. അപ്പോ അവരുടെ അടുത്തേക്ക് ചെന്നാൽ അവരവളോട് തട്ടിക്കയറിയാലോ? ആഗ്രഹം ഉള്ളിലടക്കി ആംഗ്യഭാഷക്കാർ ടോക്കിയോ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നകലുന്നത് വരെ ടോട്ടോ അവരെ കൗതുകപൂർവ്വം ശ്രദ്ധിച്ചു. കണ്ടോളൂ, ഒരു ദിവസം ഞാനും ഈ വിദ്യ പഠിച്ചെടുക്കും. കൈ കൊണ്ട് ആളുകളോട് സംസാരിക്കണ വിദ്യ, അവൾ തീരുമാനിച്ചു. പക്ഷേ മനുഷ്യരിൽ സംസാരശേഷി ഇല്ലാത്തവര് ഉണ്ട് എന്നതും, തന്റെ ട്രെയിൻ ചെന്ന് നിൽക്കുന്ന അങ്ങേ അറ്റത്തെ സ്റ്റേഷനായ ഓയിമാച്ചിയിൽ ഒരു അന്ധ ബധിര മൂക വിദ്യാലയമുണ്ട് എന്നതോ അവിടേക്കാണ് ആ 3 കുട്ടികളും ചേർന്ന് പോകുന്നത് എന്നൊന്നും ആ സമയത്ത് നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. ടോട്ടോച്ചാനെ ആകർഷിച്ചത് ഇത്ര മാത്രമാണ്. തിളക്കമാർന്ന കണ്ണുകൾ കൊണ്ട് വിരലിന്റെ ചലനങ്ങൾ വായിച്ചെടുക്കുന്ന മനോഹരമായ കല. അതെത്ര രസകരമാണ്, അവൾ വിചാരിച്ചു. എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് ഇവരോട് ചങ്ങാത്തം കൂടണം എന്ന് തന്നെ അവൾ മനസ്സിൽ തീരുമാനിച്ചു. ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ വായിച്ചെടുക്കൽ, അത്ര മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനാവൂ. എപ്പോഴെങ്കിലും സംസാരശേഷി ഇല്ലാത്തവരുമായി അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി വായിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്ര അനായാസം സാധിക്കുന്ന ഒന്ന്, ആ ഒരു കഴിവ് അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ കേൾവിയാണ് അവരുടെ ആശയവിനിമയത്തിനുള്ള, അല്ലെങ്കിൽ ലോകത്തെ അറിയാനുള്ള അവരുടെ മാർഗം കേൾവിയാണ്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് എത്രയോ വലിയ സന്തോഷമാണ് നൽകുന്നത് എന്ന് അവരോടുള്ള ഇടപഴകലിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇത്തരണത്തിൽ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്, ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ടോട്ടോച്ചാന്റെ ടൊമോഗക്വാൻ സ്കൂള് ട്രെയിനിലാണല്ലോ, അതുപോലെ തന്നെ തിരൂര് ഒരു വിദ്യാലയം ട്രെയിനിലാണ്. അവിടുത്തെ LP ക്ലാസ്സുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ട്രെയിനിലാണ്. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് നമ്പർ അടക്കം ഒരു ടോയ് ട്രെയിനാണ് കുട്ടികൾക്കായി അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി. ടോട്ടോച്ചാൻ കേൾക്കുന്നതിനിടയിൽ എനിക്ക് വന്നൊരു സന്ദേശത്തിൽ നിന്ന് അറിഞ്ഞതാണ്. വലിയൊരു സന്തോഷം തോന്നി. കുട്ടികൾക്ക് രസകരമായ ഈ ഒരു കാര്യം പിന്തുടരുന്ന സ്കൂളുകളുണ്ട് എന്നത് ഒരു പുതിയ അറിവായിരുന്നു എനിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കേൾക്കാം.